ഒരു ഇവന്റ് ഓർഗനൈസർ ടിക്കറ്റ് സെയിൽസിലൂടെ മാത്രമാണ് പൈസ ഉണ്ടാക്കുന്നത്? അല്ല. ഇതല്ലാത്ത 6 വഴികൾ ഞാൻ പറഞ്ഞുതരാം. 1, സ്പോൺസർഷിപ്പ്. അതിവിടെ ബ്രാൻഡ്സിന് വിസിബിലിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2, സ്റ്റോൾ സെല്ലിംഗ്. ഇവിടെ തേർഡ് പാർട്ടി വെൻഡേഴ്സിന് സ്പേസ് സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ അവർക്ക് അവരുടെ സർവീസസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഷോക്കേസ് ചെയ്യാം. ഇതിലൂടെ സെയിൽസ് നടത്തി അവർക്ക് പൈസ ഉണ്ടാക്കാം. 3, ഫുഡ് ആൻഡ് ബെവറേജസ്. ഇവിടെ ഇവന്റ് ഓർഗനൈസറിന് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി വെൻഡേഴ്സായിട്ട് കൊളാബ് ചെയ്തിട്ടോ ഫുഡ് ഐറ്റംസ് സെല്ല് ചെയ്യാം. ഇത് പെർസെൻറ്റേജ് വൈസിലായിരിക്കും റവന്യൂ ഷെയർ ചെയ്യുന്നത്. 4, മെർക്കൻഡൈസ്. ഇവിടെ ഇവന്റിന്റെ ബ്രാൻഡിലുള്ള ടീഷർട്ട്, മഗ്, ഫോൺ കേസസ് ഇതല്ലാത്ത ഇതുപോലത്തെ എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ സെല്ല് ചെയ്യാം. പോരാതെ ലിമിറ്റഡ് എഡിഷൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. 5, ബ്രാൻഡ് കൊളാബറേഷൻ. ഒരു സ്പെസിഫിക് ബ്രാൻഡിന് വേണ്ടിയിട്ട് ഇവന്റ് ഉള്ളിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ROI ബേസിൽ നടത്താൻ പറ്റും. എക്സാമ്പിൾ X നമ്പർ ഓഫ് സൈനപ്സ്. 6, ഡിജിറ്റൽ കണ്ടന്റ്. നമ്മുടെ ഇവന്റിന്റെ ഡിജിറ്റൽ കണ്ടന്റ് റൈറ്റ്സ് ഏതെങ്കിലും ഒരു മീഡിയ കമ്പനിക്ക് സെല്ല് ചെയ്യാം. ഇനി ഒരു ബോണസ് പോയിന്റ് കൂടി പറയാനായിട്ട്, നിങ്ങളുടെ ഇവന്റ് പുറത്തുനിന്ന് ആൾക്കാർ വരുന്ന ഇവന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ്സിന്റെ കൂടെ ഹോട്ടൽ റൂംസ് കൂടി സെല്ല് ചെയ്യാൻ പറ്റും. അത് അറ്റൻഡീവ്സിന് ഭയങ്കര യൂസ്ഫുൾ ആണ്.